ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനവിധി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിവുകൾ നിരത്തി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അട്ടിമറി പുറത്തു വരാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പരമാവധി ശ്രമിക്കുകയുണ്ടായി. നിങ്ങൾ ഇന്ന് ആ ലൈവ് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഒരു ഡിജിറ്റലൈസ്ഡ് ഫോമിൽ വോട്ടർ പട്ടിക കൊടുക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. 7 അടി ഉയരത്തിൽ കൊടുത്ത ലക്ഷക്കണക്കിന് വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റ്, ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നാണ് ഇത്രയധികം ക്രമക്കേടുകൾ, ഒരു മണ്ഡലത്തിലെ ക്രമക്കേടുകൾ അവർ കണ്ടെത്തിയത്. 25ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രമക്കേട് പ്രതിപക്ഷം കണ്ടെത്തിയിരിക്കുന്നു, തെളിവ് സഹിതം. ഒരു അഡ്രസ്സ്, ഒരു മുറിയുടെ അഡ്രസ്സ് കൊടുത്തിട്ട് 80 വോട്ടുകൾ, 40 വോട്ടുകൾ, 50 വോട്ടുകൾ എന്നൊക്കെ അങ്ങ് ചേർത്തിരിക്കുകയാണ്. പല പുതിയതായി ചേർക്കപ്പെട്ട പല പേരുകൾക്കും അവരുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തും അച്ഛൻ്റെ സ്ഥാനത്തും ഒക്കെ വെറുതെ XYZ എന്നൊക്കെ പേരുകൾ മാത്രം. പലർക്കും അഡ്രസ്സ് ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം 10,000 1 ലക്ഷത്തിലധികം അട്ടിമറി ഒരു മണ്ഡലത്തിൽ മാത്രം നടന്നിരിക്കുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കണ്ടാൽ അതിൻ്റെ കണക്ക് സഹിതം നിങ്ങൾ കൺമുമ്പിൽ നിൽക്കുകയാണ്. നോക്കൂ, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുവാനും അധികാരത്തിലെത്താനുള്ള അവസരമുണ്ട്. പക്ഷെ അത്തരം അവസരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ആരെങ്കിലും ഭരണത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തിൻ്റെ നന്മയോ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കോ അല്ല. ഇവിടെ നോക്കൂ, അമേരിക്ക നിരന്തരം ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പോലും കരുത്തില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. ആ ഭരണകൂടമാണ് അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്കെന്ത് അഭിമാനമാണുള്ളത്? അവർ തെരഞ്ഞെടുപ്പിൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരുന്നെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കാം. ഇവിടെ നടന്നിരിക്കുന്ന അട്ടിമറിയാണെന്ന് തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ നിരന്ന് നിൽക്കുമ്പോഴത്തേക്ക് അത് കണ്ടില്ല എന്ന് നമ്മൾ നടിച്ചാൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തോട്, ഒരുപാട് മഹാരഥന്മാർ അവരുടെ ചോര കൊടുത്ത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തോട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അതിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. ഇത് ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിനുള്ള കാലമാണ്, അല്ലെങ്കിൽ സമയമാണ് വരുന്നത്. ഒരേ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ തീരുന്ന കാര്യമല്ല. അദ്ദേഹത്തിനോടൊപ്പം രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും നിൽക്കേണ്ട സമയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞ മനസ്സിലാകാത്തവരോടാണ് പറയുന്നത്. ഒരു പേരെടുത്താൽ ആ പേരിനോട് സാമ്യമുള്ള മറ്റാളുകളുണ്ടോ, മറ്റു മുഖങ്ങളുണ്ടോ എന്ന് ലക്ഷക്കണക്കിന് ആളുകളോട് മാനുവലായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റുകൾ കൊടുക്കുന്നത്. അല്ലാതെ ഒരു കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു വെച്ചിട്ട് ഇതിൽ ഇരട്ടിപ്പ് വന്നോ അല്ലെങ്കിൽ 4 ഉണ്ടോ 5 ഉണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമില്ല. ഓരോ പേരുകളും എടുത്ത് അതിനോട് സാമ്യമുള്ള മറ്റ് ആളുകളെ മാനുവലായിട്ട് കണ്ടെത്തിക്കൊണ്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിൽ കൂടിയാണ് ഇവരിത് കണ്ടെത്തിയിരിക്കുന്നത്. എത്ര വലിയ അനീതി, എത്ര വലിയ പാതകമാണ് ജനാധിപത്യത്തോട് ഈ സംഘപരിവാർ ശക്തികൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ തെളിവുകൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു. നമ്മുടെ മുന്നിലേക്ക് അയാൾ സംവദിക്കാൻ ഇറങ്ങി നിൽക്കുന്നു. 6 മാസത്തെ അധ്വാനവുമായിട്ട് ആ മനുഷ്യൻ ഈ രാജ്യത്തോട് സംവദിക്കുമ്പോഴത്തേക്ക് അയാൾ നിരത്തിയ തെളിവുകൾ പരിശോധിച്ചിട്ട് അത് വ്യക്തമാണെന്ന്, അത് കൃത്യമായ തെളിവാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അയാളുടെ പിന്നിൽ അണിനിരക്കേണ്ട സാഹചര്യം ഈ രാജ്യത്തിനുണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും, അവൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, അവൻ്റെ മതം എന്തുമാകട്ടെ, അവൻ്റെ ജാതി എന്തുമാകട്ടെ, രാഹുൽ ഗാന്ധി എന്ന പോരാളിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. നിങ്ങൾക്കിനി വേറൊരു ചോയ്സ് ഇല്ല. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന അധികാരിയുടെ മുന്നിലേക്ക് നമ്മൾ തല കുനിച്ച് നിന്നു കൊടുത്താൽ അവസാനിക്കാൻ പോകുന്നത് ഈ രാജ്യമായിരിക്കും. നമ്മുടെ വരും തലമുറകൾക്ക് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ, ജാതിയുടെയോ മതത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ പേരിൽ അവർ തമ്മിൽ തല്ലിച്ചാകാതിരിക്കണമെങ്കിൽ, അവർക്കിഷ്ടമുള്ള രീതിയിൽ സമാധാനപരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാകണം. ആ ജനാധിപത്യമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മൗനം വെടിഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും. ഒരുമിച്ച് പൊരുതാം, ഒരുമിച്ച് നിന്ന് നേടാം. രാഹുൽ ഗാന്ധിക്കൊപ്പം.